ചേരുന്നത്. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരായ പരാമർശത്തിൽ കേസെടുക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നാണ് കണ്ടെത്തൽ. പ്രസംഗ വീഡിയോയും മാധ്യമ വാർത്തകളും പരിശോധിച്ചാണ് നടപടി. അശ്വിൻ പാലാഴി ഒരിക്കൽ കൂടി. അശ്വിൻ, നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമുണ്ടായിരുന്നു, ഇപ്പോൾ അതിൽ നടപടിയായിരിക്കുന്നു. അനുജ, അല്പസമയം മുമ്പാണ് കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അവസാനിച്ചത്. ഇതിൽ മാധ്യമ വാർത്തകളും ഒപ്പം ഈ വിവാദ പ്രസംഗത്തിന്റെ വീഡിയോയും പരിശോധിച്ചിട്ടുണ്ട്. സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് ഇത് പരിശോധിച്ചത്. ആദ്യ പരിശോധനയിൽ തന്നെ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീടാണ് ജില്ലാതല കമ്മിറ്റിക്ക് ഇത് കൈമാറുകയും സ്ക്രീനിംഗ് കമ്മിറ്റി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും ചെയ്തത്. ഈ യോഗത്തിലാണ് സംഭവത്തിൽ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകാൻ ജില്ലാ കളക്ടർ തീരുമാനം എടുത്തിരിക്കുന്നത്. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്യാനാണ് നിലവിലെ നിർദ്ദേശം. ഇതിൽ സ്ത്രീകളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തൽ, ഒപ്പം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അടിസ്ഥാനരഹിതമായ പ്രസ്താവന നടത്തൽ, തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള തെറ്റായ പ്രസ്താവന, അപകീർത്തിപ്പെടുത്തൽ എന്നീ തുടങ്ങിയ ഗുരുതര വകുപ്പുകളാണ് ഇതിൽ ചേർക്കാനായി കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ കായംകുളം പോലീസ് ഈ വിഷയത്തിൽ ഒരു പരിശോധന നടത്തി FIR രജിസ്റ്റർ ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിൽ ആരെയൊക്കെ പ്രതി ചേർക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്. നിലവിൽ ഈ പ്രസ്താവന നടത്തിയത് UDF കൺവീനറും ലീഗ് നേതാവുമായ ഇർഷാദാണ്. ഇർഷാദിനെ മാത്രമാണോ ഇതിൽ പ്രതി ചേർക്കുക എന്നുള്ളത് FIR ഇട്ട ശേഷം മാത്രമേ അറിയുള്ളൂ. എന്തായാലും കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇതിൽ ഒരു കേസ് അല്പസമയത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യപ്പെടും. അനുജ, ഒപ്പം തന്നെ യു പ്രതിഭ അവരുടെ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണല്ലോ അശ്വിൻ. യു പ്രതിഭയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വിഷയവുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ ഇതിൽ കേസെടുത്തെങ്കിൽ പോലും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും മുന്നണി എന്നുള്ള നിലയിലും രേഖാമൂലം പരാതി കൊടുക്കാൻ മുന്നണി തീരുമാനമുണ്ട്. അത് കൂടാതെ കായംകുളം പോലീസിൽ യു പ്രതിഭ നേരിട്ട് ഇതിൽ ഇരയാക്കപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ ഒരു പരാതി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതിന്റെ നടപടികൾ മുന്നോട്ട് പോകുന്നതിനിടെയാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു FIR കൂടി അല്പസമയത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യും. യു പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിലാണ് കേസെടുക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കണ്ടെത്തൽ. വീഡിയോകൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടുള്ള നടപടിയാണ്. ഇനി അല്പസമയത്തിനകം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നതാണ് അശ്വിൻ പാലാഴി അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.